ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ ഒരു ചാർക്കോൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഞാനൊരു മുഴുവൻ ചിക്കനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു 4 പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുമാതിരി വലിയൊരു കഷ്ണം ഇഞ്ചി, അത് ചിക്കൻ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുക. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി. പിന്നീട് ഞാൻ കാന്താരിയാണ് കുറച്ച് ചേർത്തിരിക്കുന്നത്. എനിക്കധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് കാന്താരി ഞാൻ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ. കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, പുതിനയില, ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടി ചേർക്കാം. കാന്താരിയുടെ കൂടെ നിങ്ങൾക്ക് ചുവന്ന മുളക് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ഇത് പച്ച കളറിൽ സെറ്റാക്കി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ട, മുളകുകളൊന്നും വേണ്ട, ചെറിയ തോതിൽ ഉള്ള എരിവ് മതി. പിന്നെ കുരുമുളക് നിർബന്ധമാണ്. അപ്പോൾ കുരുമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കുരുമുളകും എല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക. മഞ്ഞൾപ്പൊടി, വീണ്ടും നമുക്ക് ഉപ്പ് ചേർക്കണം. പിന്നെ ഈ ചിക്കൻ കഷ്ണങ്ങളെ നല്ല രീതിയിൽ അങ്ങോട്ട് വരഞ്ഞ് കൊടുക്കുക. നമ്മളിങ്ങനെയുള്ള സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കഴിക്കാൻ എങ്ങോട്ടാണ് പോവുക? റെസ്റ്റോറൻറ്റിലേക്ക് പോകും. അതേസമയം അവിടെ പോകുമ്പോൾ അവിടെ ഭയങ്കര രുചിയായിട്ട് നമുക്ക് അനുഭവപ്പെടുമെങ്കിലും ആ രുചിക്ക് പിന്നിൽ പല പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒന്നുമില്ല. എല്ലാം എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് മാത്രമാണ് നമ്മളുണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നല്ല കളറിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ അവനെ അങ്ങോട്ട് യോജിപ്പിച്ച ശേഷം നമ്മുടെ ഇറച്ചി കഷ്ണങ്ങളിലേക്ക്, അല്ലെങ്കിൽ ചിക്കൻ പീസുകളിലേക്ക് നന്നായിട്ടങ്ങ് തിരുമ്മി തേച്ച് കൊടുക്കുക കേട്ടോ. ഓരോരോ കഷ്ണങ്ങളെ എടുത്ത് അരപ്പ് അങ്ങോട്ട് വരഞ്ഞ് കൊടുത്തിരിക്കുന്നതിനകത്തേക്കൊക്കെ അങ്ങ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യണം, ഒരമണിക്കൂർ അവനങ്ങ് വിശ്രമിക്കാനായിട്ടൊരു അവസരം കൊടുക്കണം. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. അരമണിക്കൂറൊക്കെ പുറത്തിരിക്കുന്നത് ഉപ്പും മുളകും ഒക്കെ പിടിച്ചതല്ലേ, ഒരു കുഴപ്പമില്ല. അരമണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും എടുത്ത് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന പോലെ 1 സ്പൂൺ എണ്ണ മാത്രം ഒഴിക്കാവുള്ളൂ കേട്ടോ. ഞാൻ ആദ്യമേ അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോഴാണ് വീണ്ടും തിരിച്ച് വന്ന് 2 കഷ്ണം വെച്ച് പോയത്. അങ്ങനെയാണ് കേട്ടോ. 1 സ്പൂൺ എണ്ണ മാത്രമാണ് ഞാൻ ഒഴിക്കുന്നുള്ളൂ. ചില ചിക്കനാണ് അത്രയും പോലും കൂടി ആവശ്യം വരില്ല. നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിനെ ചെറു തീയിൽ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് മൂടി വെച്ച് കഴിയുമ്പോൾ അത് ആവിയായി അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളവും നെയ്യും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. ഇപ്പോൾ കണ്ടതിനകത്ത് വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് വെള്ളമുണ്ട്, നെയ്യും കൂടെയാണ് ഇറങ്ങി നിൽക്കുന്നത്. മറിച്ചിട്ടുമ്പോഴത്തേക്കും ഒരു സൈഡ് ചെറുതായിട്ട് ചെറിയ ചോപ്പ് വന്നിട്ടില്ലേ. നമ്മൾ വലിയ തീയിൽ കൊടുക്കരുത്. ആദ്യമേ വയ്ക്കുമ്പോൾ ചെറിയ തീയിലേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചെറുതീയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് 2 സൈഡും ഏകദേശം ഒരു 20 മിനിറ്റോളം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നല്ല തീ കൊടുക്കുക. എന്നിട്ട് വെള്ളം അങ്ങോട്ട് വറ്റി എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടാകും. അപ്പോഴത്തേക്കും ഇപ്പോൾ കണ്ടോ, നല്ല വെള്ളമൊക്കെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായി തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. മൂടി വെച്ച് തന്നെ വേവിക്കണം. അപ്പോൾ ആവിക്കിരുന്ന് നന്നായി വേകുകയും അതേസമയം തന്നെ മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ കരിച്ചെടുക്കരുത് ഒരിക്കലും. കരിച്ചെടുത്ത് നമ്മൾ കഴിക്കരുത്. കരിച്ചെടുക്കുമ്പോൾ എന്താണ്, കാർബൺ എന്താവും, വിഷമാണ്. മാത്രമല്ല നമ്മൾ ഈ കരിച്ചും മുരിച്ചും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കൊളസ്ട്രോള്, അതുപോലെ പ്രഷർ ഒക്കെ കൂടാനായിട്ടുള്ള സാധ്യതകളുമുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ആരോഗ്യകരമായ രീതിയിൽ
ഉണ്ടാക്കി കഴിക്കുക. ഇതുകൊണ്ട് നമുക്ക് മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടിപൊളി സെറ്റായില്ലേ? ഒരു 20 മിനിറ്റിൻ്റെ പണിയെ നമുക്ക് ഇതിനകത്തുള്ളൂ. തിരിച്ചിട്ട് മറിച്ചിട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഓക്കെ ആയില്ലേ? ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ചപ്പാത്തിയോ കപ്പ വേവിച്ചതോ അല്ല ഒന്നും വേണ്ട. നമുക്കിത് വെറുതെ കഴിക്കാം. 2 ഉള്ളിയൊക്കെ മുറിച്ചിട്ട് നല്ല അടിപൊളി ഇത് വെറുതെ അങ്ങോട്ട് കഴിക്കാം കേട്ടോ. മറ്റൊരുപാട് സാധനങ്ങൾ നമ്മൾ കൂട്ടത്തിൽ കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. അപ്പം സൂപ്പറാണ്, കിട്ടിക്കച്ചിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്തോളുക. ആർക്കും ഒരു ദോഷവും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് പരീക്ഷിക്കുക. ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പലരും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. ആരൊക്കെ പരീക്ഷിച്ചു എന്ന് എനിക്കറിയാനും പറ്റും. അപ്പം എല്ലാവർക്കും ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും ടാറ്റാ.